ഹായ്. ജീവിതം ജീവിച്ച് കാണിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു ഇൻസ്പിറേഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ചലഞ്ചായിട്ടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അങ്ങനൊരു ഘട്ടത്തിലൂടെ അങ്ങനെ ഒരു സ്പേസ് ഓവർകം ചെയ്യുന്നവരായിട്ടോ ചെയ്തവരായിട്ടോ ഒക്കെയുള്ള ആൾക്കാർ കാണുന്നുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കെങ്കിലും ഈ ഭൂമി ലോകത്ത് ഒരാൾക്ക് അങ്ങനെ ഒരു ഓ ഇങ്ങനെയും ഉണ്ട് അല്ലേ എന്ന് തോന്നുന്നവർക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിക്കോട്ടെ. അപ്പോൾ കഥ തുടരട്ടെ. ചിലർക്കൊക്കെ ഭയങ്കര അസ്വസ്ഥത, നാണക്കേട്, ഭയം ഒക്കെ ഉണ്ടാവും. വളരെ നല്ല കാര്യം, അത് വളരെ നല്ല കാര്യം. ഐ എം സോ ഹാപ്പി. ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ ദ്രോഹിച്ചവരായിരിക്കും. എൻ്റെ പേര് പറയുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടാവും. പിന്നെ അടുത്തത് പറയാം. ഈ ഞാൻ പറഞ്ഞ കക്ഷി ഉണ്ടല്ലോ, അയാൾ ഇത്രയും തെമ്മാടിത്തരും, വെള്ളടി, പെണ്ണുപിടി, ഏജൻറ്റും മറ്റുള്ളവരെ കൂട്ടി വീട്ടിലേക്ക് വരുന്ന ആളും ഒക്കെയാണ്. പക്ഷേ ഒന്നും അറിയാതെ ജനിച്ചപാടില്ല എന്നോട് ഭൂമിയിൽ വന്നിട്ട് 10-16 വർഷം മാത്രം അങ്ങനെയില്ല എന്നോട് ഇയാൾക്ക് ഭയങ്കര സംശയമായിരുന്നു എന്നെ. പിന്നെ ഇയാൾക്കിങ്ങനെ ആൾക്കാരെ കൊണ്ട് കൊടുത്തിട്ടും ഇയാൾ അവരെ യൂസ് ചെയ്തിട്ടും പല കണക്ഷൻ കൊണ്ട് ഇയാൾക്ക് എല്ലാ കാര്യത്തിലും നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്കതില്ല. അപ്പം നിങ്ങളത് വായിച്ചെടുത്തോ. അപ്പം അയാൾക്ക് എന്നെ ഭയങ്കര സംശയമായിരുന്നു. കുഞ്ഞൊക്കെ പാൽ കൊടുക്കാൻ പറ്റൂല, ഇങ്ങനെ കുനിഞ്ഞിട്ട് മുറ്റടിക്കാൻ പറ്റൂല, സാരി ഉടുത്താൽ വയറ് കണ്ടു, കുനിഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് കണ്ടു, പിന്നെ ബ്ലൗസ് ഇട്ടാൽ ബാക്ക് കണ്ടു. അയ്യോ, അതായത് ഒരു പ്രശ്നങ്ങൾ ഘോഷയാത്രയാണ്. ഈ കുട്ടി പട്ടിണി കിടന്ന് ചത്താലും പാൽ കൊടുക്കാൻ പറ്റൂല. ഒരു പ്രാവശ്യം ഇങ്ങനെ പാൽ കുടിക്കാൻ വേണ്ടി കരഞ്ഞപ്പോൾ എടുത്ത് കിണറിലിടാൻ പോയി. പിന്നെ ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊരു മടക്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ മടക്കര ഇയാൾ മത്സ്യബന്ധന അങ്ങനെ ഏരിയയാണ്. അന്നൊട്ടും പുരോഗമിച്ചിട്ടൊന്നുമില്ല. ഈ തമിഴന്മാർ നമ്മളെ വേസ്റ്റൊക്കെ എടുക്കുന്ന ടീം അങ്ങനെയുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് ഇയാൾ റെൻറ്റിനെടുത്തിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ അമ്മേൻ്റെ ശിങ്കിടികളുണ്ടല്ലോ, അതിലൊരുത്തനോട് പറഞ്ഞു അവിടെ എൻ്റെ കൂടെ വിടണമെന്ന്. മോളേ ഉള്ളൂ, എൻ്റെ കൂടെ വിടണമെന്ന്. അപ്പം ഇവിടുന്ന് തമ്പുരാക്കന്മാരങ്ങ് കൽപ്പിച്ചു, അങ്ങോട്ട് പോയി അവരുടെ കൂടെ താമസിക്ക്. പിന്നെ ഇങ്ങനെയാണ് ഇവിടെ പറ്റൂല, ഇവിടെ ചിലവിന് തരാൻ പറ്റൂല, ഇവിടെ നോക്കാൻ പറ്റൂല, അല്ലെങ്കിൽ നിൽക്കാൻ കൊള്ളൂല. എപ്പോഴും പ്രശ്നവും നാട്ടക്കേസ് വേറെ എപ്പിസോഡിൽ പറയാം. അപ്പം ഇവിടെ നിൽക്കാനൊന്നും ആവൂല. ഇവിടെ പണ്ട് കാലം തൊട്ടേ കല്യാണം കഴിഞ്ഞ് പോയി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കൊല്ലത്തിലൊരിക്കോ 6 മാസത്തിലൊരിക്കൽ വരുന്നവർക്ക് മാത്രം വിലയുള്ളൊരു തറവാടാണ്. ഇവിടെ സ്ഥിരം നിൽക്കുന്നവർക്ക് നായിൻ്റെ വിലയില്ല പാരമ്പര്യമായിട്ട്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. അപ്പം ആ വീട്ടിലേക്ക് ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ പറഞ്ഞു. ഏറ്റവും ഷോക്ക് അതൊന്നല്ല, ഈ ഒരു തെണ്ടി ഇവിടുന്ന് നോക്കാൻ പോയി. ആ തെണ്ടി ചത്തു. അയാൾ കൂട്ടിപ്പോയാളിപ്പോൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഇവർ രണ്ടാളും കൂടി
ഇവൻ അവിടുന്ന് പ്രഖ്യാപിച്ചതല്ലേ എൻ്റെ കൂടെ താമസിക്കണമെന്ന്. അപ്പോൾ ഈ രണ്ട് കക്ഷികൾ പോയി നോക്കി. ഇവിടെ വന്നിട്ട് പോയ തെണ്ടീൻ്റെ ഒരു പാട്ട് പോയി വന്നിട്ട് മറ്റേ നമ്മളൊരു പദ്യമില്ലേ, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്നുള്ളൊരു പദ്യമുണ്ട് പണ്ടത്തെ. അതിനൊരു പാരഡി പോലെ ഈ അമ്മേൻ്റെ ഒരു കൂടപ്പുറപ്പ് തെണ്ടി അവൻ പാടി എന്നറിയോ വന്നിട്ട് എൻ്റെ ഈ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരഞ്ഞിങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം വന്നിട്ട് പാടുന്ന്, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം ചാരായ ഷാപ്പ് മാത്രം. ഈ വിറ്റവൻ ഇവിടെ വന്ന് പാടിയത്. അവൻ്റെ വേറെ ലൈംഗിക വൈകൃതം ഉണ്ട്, അത് പറയാം. എന്നിട്ട് എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം ചാരായ ഷാപ്പ് മാത്രം ഈ ചെറ്റ ഇവിടെ വന്നിട്ട് പാടിയത്. അപ്പോൾ എന്ത് പറയാൻ, ആരോട് പറയാൻ? അപ്പം അങ്ങനെ എന്നെ ഈ ക്വാർട്ടേഴ്സിലേക്ക് കെട്ടിക്കൊണ്ടുപോയി. അപ്പം ഇവനൊരു ഡിമാൻഡും കൂടി വെക്കുന്നുണ്ട്. കൂട്ടിക്കൊണ്ടോന്നവൻ മോളെ കൂട്ടാൻ പാടില്ല. മോള് രാത്രി പാല് കുടിക്കാനും അല്ലാതെയൊക്കെ കരയുമ്പോഴും ഉറങ്ങാതിരിക്കുമ്പോഴും ഇവന് ശല്യമാണ്. ഈ സ്വന്തം കുഞ്ഞ് കരയുന്നത് അവന് ശല്യമാണ്, കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഒന്നാമത് എനിക്ക് അതിനൊന്നുമില്ല, പക്വതയില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട്, അതുമാത്രമല്ല നല്ല ഒന്നൊന്നര വാശിയും പാലുകുടിയും എന്നെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട് രാത്രി. അവനതൊന്നും കണ്ടിട്ടൊന്നുമില്ല, അവൻ വേറെ ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. അപ്പം ഞാൻ അന്നേരം മനസ്സിൽ എന്ത് വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ പാലുകുടി മാറ്റാമല്ലോ, ഒരാഴ്ച അമ്മേൻ്റെ അടുത്ത് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മോളെ അമ്മേൻ്റെ അടുത്താക്കിയിട്ട് അങ്ങോട്ട് പോയി. അപ്പം ഈ ആദ്യം പോയി നോക്കിയവനെ കാട്ടി 17 വയസ്സ് 18 വയസ്സുള്ള എനിക്ക് ബുദ്ധിയുണ്ട്. അവിടെ പോയപ്പോൾ എൻ്റെ കണ്ണിൽ വളരെ ഒരു മോശമായൊരു അന്തരീക്ഷം എനിക്ക് തോന്നി. ഒന്നിത് ഏത് ആ ഏരിയ എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. അതായത് ഫാമിലി ആയിട്ട് താമസിക്കുന്നവരാരുമില്ല. പിന്നെ ഞാനവിടെ പോയി, ഞാൻ അന്ന് താമസിച്ചു, പിറ്റേന്ന് താമസിച്ചു. പിന്നെ ഞാൻ മോളെ കാണാത്ത വിഷമത്തിന് ഇങ്ങോട്ട് വന്നു. എന്നെ കാണുന്നതിന് മുമ്പിൽ ഈ കുട്ടി പാല് കുടിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ 3-4 ദിവസം കുടിക്കാത്ത പാല് കുടിച്ച് ലൂസ് മോഷൻ തുടങ്ങി മോക്ക്. അങ്ങനെ പയ്യന്നൂർ മുകുന്ദ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റായി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ആ ക്വാർട്ടേഴ്സിലേക്ക് പോയി. ക്വാർട്ടേഴ്സിലെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ആ ലൈൻ ക്വാർട്ടേഴ്സ് നിറച്ചും പ്രൈവറ്റ് ബസ് ഡ്രൈവറും കണ്ടക്ടർമാരും കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരിങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നു. പിന്നെ ഈ പറക്കുന്നവരങ്ങനെ ചെറിയ റെൻറ്റിന്, കോമൺ ടോയ്ലറ്റ്, കുളിക്കാനും മറ്റ് എല്ലാം കിണറും വെള്ളം എടുത്ത് കൊണ്ടുവരണം. അപ്പം ഇവൻ രാവിലെ എങ്ങോട്ടെങ്കിലും പോവും, അവന് എല്ലാ ദിവസവും ആരെങ്കിലും കാണാനുണ്ടാവും. ഇയാൾ മോളെ കണ്ടതന്നെ എപ്പോഴാണെന്ന് ഞാൻ അത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അവിടുന്ന് എനിക്ക് പറ്റുന്നില്ല മീൻസ് പിന്നെ ഞാൻ വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് ഈ ചെറുപ്പക്കാർ വന്നിട്ട് എന്നോട് ഓരോ തന്തുന്നാളെല്ലാം പറയലും, ഒരു കുട്ടിയേ ഉള്ളൂ, പിന്നെ അങ്ങനെ വേറെ മീനിങ്ങിലല്ല എന്നോട് സംസാരിക്കാനെല്ലാം തുടങ്ങി. പിന്നെ ഇവരെപ്പോഴും നിക്കറിട്ടിട്ട് നടന്ന് കിണറിൻ്റെ അടുത്തുനിന്ന് കുളിക്കുന്നുണ്ടാവും. അതൊക്കെ എനിക്കൊരു ഭയങ്കര അസ്വസ്ഥതയായിട്ട് തോന്നി. വിവരമില്ലെങ്കിലും, അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് വിവരമില്ലെങ്കിലും ചില കാര്യങ്ങൾ എനിക്ക് അസ്വസ്ഥതയായിട്ട് എപ്പോഴും തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു ദിവസം അവിടെ താമസിച്ചപ്പോൾ ഈ ചാരായം കുടിയും വന്നില്ല, ഞാനും മോളും മാത്രം. ചുറ്റും ഫാമിലി ഒന്നുമില്ലാത്ത ക്വാർട്ടേഴ്സ്.
അപ്പം അതിൻ്റെ ഒരു കുറേ അപ്പുറത്ത് ഒരു മുസ്ലിം വീടുണ്ട് ഫാമിലി. അവിടെ ഈ മോളെ പ്രായമുള്ള കുട്ടികളുണ്ട്. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ട് ഒരു 8 മണിയായ സമയത്ത് മോളെ അഡ്മിറ്റ് ആക്കിയിട്ടും വന്നതുമാണ്. ഈ കുട്ടി ആഹാരമൊന്നും കഴിക്കുന്നില്ല, എൻ്റെ കയ്യിൽ പൈസയില്ല, ആഹാരമൊന്നും മോള് കഴിക്കുന്നില്ല. അപ്പം ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനാവാത്തോട്ട് ഞാൻ പേടിച്ചിട്ട് ആ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, അവിടെ ആരുമില്ല, ഞാൻ എന്ത് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ 18-17 വയസ്സല്ലേ. അപ്പം അവർ ചോദിച്ചു മാപ്പിളയോ, ഭർത്താവിനെ അവർ ഉപയോഗിക്കുന്ന വാക്കാണ്. ഞാൻ പറഞ്ഞു വന്നിട്ടില്ല, എനിക്കറിയില്ല, ഫോണില്ലല്ലോ, അറിയില്ലാന്ന്. നിങ്ങളെ വീട് എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെന്ന്. എന്നാൽ ഒരു കാര്യം ചെയ്യ്, പിന്നെ നിങ്ങളെ വീട്ടിൽ പോയിക്കോന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് ഇവിടുന്ന് പോകാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അവിടെ ഒരു വയസ്സായ എന്നോട് സംസാരിക്കുന്ന എൻ്റെ എല്ലാം പ്രായമില്ല പിന്നെ ഒരു പെണ്ണുണ്ടായിരുന്നു. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, അല്ല അവളെ പിന്നെ അച്ഛനോട് ഉപ്പനോട് വിളിച്ചിട്ട് പറഞ്ഞു ഇവരൊക്കെ ഒരു വണ്ടിയാക്കി കൊടുക്കുമോയെന്ന് ചോദിച്ചു. അങ്ങനെ രാത്രി ഒരു 8-9 മണിക്ക് അവിടുന്ന് എനിക്കൊരു വണ്ടിയാക്കി തന്നു, ഓട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഇയാൾ എന്നെ അന്വേഷിക്കാൻ വരുമോ, യാതൊന്നുമില്ല. ഇവിടുന്ന് പ്രശ്നമാക്കാൻ തുടങ്ങി. അവൻ്റെ കൂടെ പോയി താമസിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. എനിക്ക് ഇവിടെ പ്രശ്നം തുടങ്ങി. ഇവിടെ പ്രശ്നം തുടങ്ങിയ സമയത്ത് വീണ്ടും ഞാൻ അങ്ങോട്ട് തന്നെ പോയി. ഞാൻ അവിടെ പോകുമ്പോഴേക്ക് ഇയാൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോയി. അപ്പം അതിൻ്റെ അപ്പുറത്തുള്ള ഒരു 2-3 ജെൻസ് താമസിക്കുന്നേക്കിലേക്ക് ഞാൻ മുട്ടി. എന്നിട്ട് ഞാൻ ചോദിച്ചു ഈ റൂമിലെ ആളോന്ന്. അയാൾ പോയി. അപ്പം ഇവർ ഫുള്ള് തുറക്കുന്നില്ല കതക്. ഇങ്ങനെ എന്തോ ഒരു കള്ളത്തരം ആ ചെറുപ്പക്കാരെല്ലാം കൂടി. അപ്പം ഞാൻ കാണുന്നത് ഞാൻ ഉപയോഗിച്ച പാത്രം, കിടക്ക, അങ്ങനെ മോളെ ഡ്രസ്സെല്ലാം ആക്കി വെച്ച ബാഗ്, അങ്ങനെ കുറേ സാധനങ്ങൾ ആ റൂമിൽ, ഇവരുടെ റൂമിൽ. അപ്പം ഞാൻ ചോദിച്ചു പിന്നെ സാധനങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണോ പോയതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വെള്ളമടിക്കാൻ ഷെയർ കൂടിയിട്ട് പൈസ തരാത്തതുകൊണ്ട് ഞങ്ങളിതെടുത്ത് ഇപ്പുറത്ത് വെച്ചതാണ്, അയാൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലാന്ന്. ഞാൻ എൻ്റെ ഡ്രസ്സും മോളതും എല്ലാം അവിടെ ഒഴിവാക്കിയിട്ട് ഞാൻ വീണ്ടും ഇവിടത്തേക്ക് തന്നെ വന്നു. പിന്നെ ഇയാൾ മോളെ കാണുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞാൻ സിസേറിയൻ കഴിഞ്ഞ് മുകുന്ദ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു 10ാമത്തെ ദിവസം ഇയാൾ ആരോ പറഞ്ഞറിഞ്ഞിട്ട്, അതിന് മുന്നേ എൻ്റെ അച്ഛനൊക്കെ വന്ന, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഞാൻ എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് കണ്ടു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായത്. അതിനൊക്കെ ശേഷം ഇയാൾ വന്നിട്ട് പിന്നെ നോക്കിയിട്ട് അയാളങ്ങ് പോയി. 7ാമത്തെ ദിവസം അപ്പം അമ്മ ചോദിച്ചു പിന്നെ ബില്ലടക്കണ്ടേ, സിസേറിയനല്ലേ, വലിയ പൈസയാവും എന്ന് പറഞ്ഞു. അതിനെന്താ കുഴപ്പം, എത്ര ദിവസം ആകുമ്പം വിടും, ഇത് റെൻറ്റിന് പോകുന്നതിന് മുന്നേ. അപ്പം അമ്മ പറഞ്ഞു 13-14 സ്റ്റിച്ച് ഉണങ്ങുമ്പോൾ പോവാം, ബില്ല് എത്രയാവുമെന്ന് അറിയില്ല. അന്ന് 91 90 SLC 91 ഹോസ്പിറ്റൽ രേഖ. അതാ ഇത്ര വ്യക്തമായിട്ട് ക്ലാരിറ്റിയോടെ സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ 90 SLC ബുക്കും 91 സിസേറിയൻ രേഖയും ഉണ്ടെങ്കിൽ എനിക്ക് ഏത് കോടതിയിലും പോവാം, ഇവന്മാരെല്ലാം കിടത്തുകയും ചെയ്യാം. അങ്ങനെ ഞാൻ അമ്മ ഒരു നേഴ്സോട് ചോദിച്ചു ഏകദേശം എത്ര പൈസയാവുമെന്ന്. അപ്പം 91 അവർ പറഞ്ഞത് ഒരു 15,000 മരുന്നിനടക്കം കാണണമെന്ന്. ഇയാളോട് പറഞ്ഞപ്പം അയാളോ ശരി ഞാൻ ക്യാഷുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ അയാളെ കണ്ടിട്ടില്ല. പിന്നെ ഈ ക്യാഷായിട്ട് വരാമെന്ന് പറഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഞാനിങ്ങനെ സിസേറിയൻ ചെയ്ത് ഇങ്ങനെ അസ്വസ്ഥതപ്പെട്ടിട്ട് 7-8 ദിവസമായിട്ട് കിടക്കുമല്ലേ. അപ്പം ഞാൻ എഴുന്നേറ്റ അപ്പം ഞാൻ വീഴും. അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന്, മൂത്രമൊഴിക്കാൻ പോകണം, യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ അന്നവാ പോവാമെന്ന് പറഞ്ഞു. ഇയാൾ അടിയുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് ആരുമില്ലല്ലോ. പിന്നെ അമ്മയ്ക്ക് എന്നെ ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളെപ്പോഴും ഇങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ നേഴ്സിൻ്റെ ബെല്ല്
അടിക്കും. അപ്പോൾ അവർ വരും. അതേപോലെ അമ്മ എപ്പോഴും ഇല്ല പോലെ നേഴ്സിൻ്റെ ബെല്ലടിച്ചു. ഈ ബെല്ലടിച്ച് നേഴ്സ് വരുന്നത് കാണുമ്പം ഇവൻ ഉള്ളിൽ കയറിയിട്ട് അവിടെ ഇങ്ങനെ നിന്നു. നേഴ്സ് വന്നു. നേഴ്സ് എപ്പോഴും രണ്ടാളായിട്ടാണ് വരിക. അന്നൊക്കെ അങ്ങനെയാണ്. അത് 5ാം നിലയുമാണ്. അങ്ങനെ അവർ രണ്ടാളും കൂടി വന്നിട്ട് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. 2 കോട്ടയംകാരാണ്. അന്നേരം അമ്മ പറഞ്ഞു, ഇവർക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണം, ഒന്ന് പിടിക്കണം, എനിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല എന്ന്. അന്നേരം വേഗം അവർ ചോദിച്ചു, ഹസ്ബൻഡ് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളെന്തിനാണ് ഞങ്ങളെ വിളിച്ചത്? ഹസ്ബൻഡ് പിന്നെ പിടിച്ചു കൊണ്ടുപോകത്തില്ലേ? അതെന്താ അമ്മച്ചി അങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് ഇവർ 4 ഡയലോഗ് കളിക്കിയിട്ട് ഇവരങ്ങ് പോയി. അയ്യോ, ഇത്രയും ഡീസൻ്റായ ഹസ്ബൻഡ് ഉണ്ടാകുമ്പോൾ എന്തിനാ നേഴ്സുമാർ? അപ്പം അമ്മയോട് ഇയാൾ പറയുന്നേക്കണോ? രാവിലെ മുതൽ അമ്മയോട് പറയാന്ന്. ആദ്യമായിട്ട് വന്നേ 7ാമത്തെ ദിവസം അമ്മയോട് പറയുകയാണ്. അതാണ് ഏറ്റവും ഷോക്കിങ്. നിങ്ങൾ വീട്ടിൽ പോയിക്കോ, അമ്മ വീട്ടിൽ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. ഒരു തരം അസ്വസ്ഥത. പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മേനെ വല്ലാണ്ട് ദ്രോഹിച്ചു. അമ്മ എന്നിട്ട് അവിടെ നിന്ന് കരയാൻ തുടങ്ങി. എന്നെ ആക്കിയിട്ട് ഇങ്ങനെ വരുവാന്നല്ലേൽ. ഈ അമ്മ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇയാൾ എന്നെ അവിടെ ആക്കിയിട്ട് അമ്മ വന്നിട്ട് അമ്മേൻ്റെ അമ്മായിനെ അങ്ങോട്ട് വിട്ടു. ഹോസ്പിറ്റലിൽ വന്നു. ഒരു ദിവസം വൈകുന്നേരം വന്നു. ആ അമ്മായിയോടും പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ. ഇയാളെ ലക്ഷ്യം എന്താണെന്നായിരിക്കും അറിയില്ല. ആ അമ്മായി നല്ലൊരു അമ്മായിയാണ്, നന്നായിട്ട് നോക്കും. ആ അമ്മായിയോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ. അമ്മായി രാവിലെ അമ്മായിയും വന്നു. അമ്മയുമില്ല അമ്മായിയുമില്ല. എങ്ങനെയുണ്ട്? ഞാനും കുഞ്ഞി ഇവനും ചാരായും. അപ്പം രാവിലെ റൗണ്ട്സിന് ഡോക്ടർ വന്നു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് കരയുന്ന എന്തിനാ പറഞ്ഞാൽ, അമ്മയുമില്ല, എനിക്ക് അനങ്ങാനും പറ്റുന്നില്ല, ഇതിനെ നാറിയിട്ട് അടുപ്പിക്കാനും പറ്റുന്നില്ല, എനിക്ക് വിശപ്പും ചെയ്യുന്നു, എനിക്കാണെങ്കിൽ കുഞ്ഞിനെ എടുത്തു തരാൻ ആളില്ല, പിന്നെ എനിക്കാണെങ്കിൽ ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല, ഞാനിങ്ങനെ മരണ കിടക്കയിലാണ് ഉള്ളത്. എന്നിട്ട് ഡോക്ടർ ചോദിച്ചു, അമ്മയൊന്ന്. ഞാൻ പറഞ്ഞ അമ്മ ഫ്രഷ് ആവാൻ വീട്ടിൽ പോയിട്ടാണ് ഉള്ളതെന്ന്. അത് കഴിഞ്ഞിട്ട് ഇയാളോട് ചോദിച്ചു, ഡോക്ടർ എപ്പോഴാണ് എത്തിയത് എന്ന്. അന്നേരം ഇന്നലെയെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നേഴ്സ് എന്നോട് വന്നിട്ട് ഇങ്ങനെ ചെവിയിൽ പറഞ്ഞു, അല്ല അതെല്ലാവരും പുറത്ത് നിൽക്കുമെന്ന് പറയല്ലോ. അപ്പോൾ ഇവൻ പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു നേഴ്സ് എൻ്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, അമ്മേനെ വേഗം വിളിക്കണേ, പിന്നെ ശരിയാവില്ല. ഞാൻ പറഞ്ഞ അമ്മ വരുമായിരിക്കും, ഫോണൊന്നുമില്ലല്ലോ, വരുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവരെല്ലാം പോയി. ഇനിയാണ് അപ്പം പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാ പറയുന്നത്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതല്ല, ഇതുപോലെ ഒന്ന്. അപ്പം ഇത് രാവിലെയാണ്. ഡോക്ടർ രാവിലെ റൗണ്ട്സിന് വരും, എന്തൊക്കെ കഴിക്കണം, സ്റ്റിച്ചൊക്കെ നോക്കി പോകും. പോയതിന് ശേഷം ഞാൻ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി ഇതേപോലെ, ഇനിയിപ്പം നേഴ്സിനെ വിളിക്കാൻ പറ്റൂലല്ലോ, ഇവനാടി ഉണ്ടല്ലോ. അപ്പോൾ എന്നെ പിടിച്ച് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി. നമുക്കായാലും ആരായാലും നമുക്കിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ടോയ്ലറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാൻ നമുക്കൊരു പ്രൈവസി ഇല്ലാണ്ട് പറ്റൂലല്ലോ. അപ്പോൾ ഈ സിസേറിയൻ ചെയ്ത റൂമിൽ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നമുക്ക് പിടിച്ച് നിൽക്കാനും അങ്ങനെയല്ല. അപ്പോൾ എന്നോട് സ്റ്റിച്ച് വയറ് കയറിയിട്ടല്ലേ ഉള്ളത്, ശ്രദ്ധിക്കണം, യൂറോപ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുക. അത് വിഷമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്നതൊക്കെ നിന്നിട്ട് മതി. അത് പിന്നെ സ്റ്റിച്ച് എടുത്തതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ബാക്കി നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പോൾ പിന്നെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വാതിലടക്കുമ്പോൾ ഇവനങ്ങ് തള്ളി തുറന്നു. എന്നോട് പറയാം ക്ലോസ് ചെയ്യേണ്ടാന്ന്. ഞാൻ പിന്നെയും എനിക്കത്രേ ശക്തിയുള്ളൂ, ശക്തിയിലിങ്ങനെ അടച്ച് കുറ്റിയിടാൻ നോക്കുമ്പോൾ ഇവൻ വീണ്ടും തട്ടി തുറന്നു. പിന്നെ അമ്മേനെ പോവാൻ പറഞ്ഞത് എന്തിനാണെന്നും അമ്മായിനെ പോവാൻ പറഞ്ഞത് എന്തിനാണെന്നും ഇവൻ എന്താ ആവശ്യം എന്നുള്ളത് നിൽക്കാൻ ശേഷിയില്ലാത്ത, യൂറിൻ പാസ് ചെയ്യാൻ ശേഷിയില്ലാത്ത
രണ്ട് കൈയും ഈ സ്റ്റാൻഡ് പിടിച്ച് നിൽക്കുന്ന എനിക്ക് ഇയാൾ അപ്രോച്ച് വേറെയാണ്. എനിക്ക് അതിനെ മറികടക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല. അപ്പം എൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്നത് ബ്ലഡാണ്. ഇത്രയും വലിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിനെ എതിർക്കുമല്ലോ, ഇയാൾ അപ്രോച്ചിനെ ഞാൻ എതിർക്കുമ്പോൾ ബാത്റൂമിൻ്റെ ടൈലിന്, ഈ ചുമരിന് ഈ മുഷ്ടി ചുരുട്ടിയിട്ട് 2 ഇട്ടി ഇങ്ങനെ കിടുങ്ങുന്ന വിധത്തിൽ 2 ഇട്ടി, എന്നിട്ട് ആ ബാത്റൂമിലുണ്ടായ ബക്കറ്റ് തട്ടി തട്ടി. അപ്പം കുട്ടി ഉണർന്നങ്ങ് കരയാൻ തുടങ്ങി. ആ സമയത്ത് ഇയാൾ ഇറങ്ങിപ്പോയി. ഞാൻ വാതിൽ ക്ലോസ് ചെയ്ത് പിന്നെ ഒരു 5 മിനിറ്റ് എനിക്ക് ഷോക്കും എല്ലാം മാറി എൻ്റെ ആ ഒരു നോർമൽ സ്റ്റേജിലേക്ക് വരാൻ സമയമെടുത്തു. ഞാനത് കഴിഞ്ഞ് കുഞ്ഞായിരുന്നു കരയുന്നുണ്ട്. വാതിൽ ലോക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് കാലുമുക്കലും കഴുകി ഞാൻ തിരിച്ചു വന്നു. വരുമ്പോഴേക്ക് ഞാൻ അടച്ച വാതിൽ, നമ്മളെ റൂമിൻ്റെ കതക് തുറന്നിട്ടിട്ടുണ്ട്. കുട്ടീനെ ആരും എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അറിയില്ല. എന്തോ ഭാഗ്യത്തിന് ഇയാൾ കുട്ടീനെ എടുത്തിട്ടില്ല. ഇവൻ ഇറങ്ങിപ്പോയി. ആ ആളാണ് 3 വർഷത്തിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞ റെൻറ്റിൻ്റെ റൂം എടുത്തിട്ട് വന്നത്. കൂട്ടാൻ ഹോസ്പിറ്റൽ ബില്ലടച്ചിട്ടില്ല, ഈ കുട്ടീനെ പിന്നെ കണ്ടിട്ടില്ല, ഒന്നുമില്ല, യാതൊരു ഇടപാടുമില്ല. 3-3.5 വർഷത്തിന് ശേഷം ബില്ലടച്ചിനോന്നറിയില്ല, ഞാൻ ജീവിച്ചിനോന്നറിയില്ല, മരിച്ചു എന്നറിയില്ല, ഒന്നും അറിയില്ല. ഇങ്ങനൊരു വ്യക്തി ഉണ്ടോ, ആ കുട്ടി എന്തായി, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിനോ, ഒന്നും ഈ തെണ്ടി അന്വേഷിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു തെണ്ടീൻ്റെ കൂടെയാണ് ഇവിടുത്തെ തെണ്ടികൾ എന്നെ പറഞ്ഞയച്ചത്. അങ്ങനെയാണ് അവൻ അവിടുന്നും വെക്കേറ്റ് ചെയ്ത് പോയപ്പോൾ ഞാൻ റിട്ടേൺ ഈ വീട്ടിലേക്ക് തന്നെ വീണ്ടും വരുന്നത്. പിന്നീടുള്ള നാടകം എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് ഗൾഫിൽ യുദ്ധമുള്ള സമയമാണ്. അപ്പം ഇവിടുത്തെ ഒരു തെണ്ടി പറഞ്ഞു ഇവനെ ഗൾഫിലേക്ക് പറഞ്ഞേക്കാണ്. ഈ വാടക വീട് വന്ന് നോക്കിയ തെണ്ടി. അപ്പോൾ സൗദിയിൽ യുദ്ധമുള്ള സമയമാണ്, അപ്പോൾ ആളെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇവനെ കൊണ്ടുപോയിട്ട് ഇവർക്ക് പിന്നെ ആളാവണം. കാരണം ഇവർ ചെയ്തത് തെമ്മാടിത്തരല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ അവനെങ്ങനെ ബന്ധപ്പെട്ടെന്നൊന്നും എനിക്കറിയില്ല. അവൻ അന്നേരം ഒരു ഡിമാൻഡ് വെച്ചു. എന്താണെന്നറിയോ, എനിക്ക് പിന്നെ തിരിച്ച് ഞാൻ ഗൾഫിലേക്ക് പോവാം. ഇത് ഈ വാടക വീടെല്ലാം ഒഴിവാക്കി പോയവനാണ്. അപ്പം ഇവൻ ഒരു ഡിമാൻഡ് വെച്ചു, എനിക്ക് പോയി മോളെയും എന്നെയും കാണണം, കണ്ട് ഞാൻ അവരുടെ കൂടെ 1 മാസം താമസിച്ചതിന് ശേഷം വിദേശത്തേക്ക് പോവാം. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും എനിക്ക് കാണണ്ട, എൻ്റെ മോളെ കാണണ്ട, ഇവിടെ വരണ്ട. അപ്പം എനിക്ക് 19 വയസ്സുണ്ട്, വരണ്ട എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും പറഞ്ഞു എന്നാൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോന്ന്. എൻ്റെ അമ്മ അടക്കം പറഞ്ഞു ഇറങ്ങിപ്പോയിക്കോന്ന്. അപ്പം ആ മറ്റേ തെണ്ടി പറഞ്ഞു പിന്നെ ഒരു മോളാണ്, എവിടെയെങ്കിലും ഒരു 10 സെൻറ്റും ഒരു വീടും എടുപ്പിക്കണം അവനെ കൊണ്ട്. പെണ്ണുങ്ങൾ വിചാരിച്ചാവാത്തതൊന്നുമില്ല. മറ്റേ അർത്ഥത്തിൽ ഇവൻ പറയുന്നത്, ഒരു പെണ്ണ് വിചാരിച്ചാൽ പറ്റാത്തതൊന്നുമില്ല. അവനായിട്ട് 1 മാസം നിർത്തി അവനെ മാക്സിമം സന്തോഷിപ്പിച്ച് വിട്ടോ, ഞാൻ അവനെ കയറ്റി വിടാം, പുറത്തേക്ക് വിടാമെന്ന്. അങ്ങനെ ഇവിടെ സന്തോഷിപ്പിക്കാനുള്ള ട്രെയിനിങ് ഒക്കെ കഴിച്ചിട്ടാണല്ലോ ഞാനിരിക്കുന്നത്. അപ്പോൾ എന്നെ സന്തോഷിപ്പിക്കാൻ ഉള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് അവനിങ്ങ് പറഞ്ഞയച്ചു. അവനിങ്ങോട്ട് വന്ന് ഏകദേശം ഒരു 2 ആഴ്ച ആ ഒരു 10-20 ദിവസം സന്തോഷിപ്പിക്കാൻ ഇവിടെ നിന്നു. സന്തോഷിപ്പിച്ചിട്ട് അവൻ തിരിച്ചുപോയി. ആ സന്തോഷിപ്പിച്ചവൻ പിന്നെ ഞാൻ കാണുന്നത്, സന്തോഷിപ്പിച്ചവനെ
ഒരു 3.5 വർഷത്തിന് ശേഷം പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു പെണ്ണിനെയും കൊണ്ട് ഇവൻ പോയി. അപ്പം ആദ്യം കല്യാണം കഴിച്ച ആൾ എവിടെയാണെന്ന് അവിടെ വിവരം കിട്ടി. അപ്പം ആ വിവരം എന്നെ അറിയിക്കാൻ വേണ്ടി ഇവിടെ പോലീസ്, പയ്യന്നൂർ പോലീസ് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇത് ശ്രീലതേൻ്റെ വീടാണെന്നൊന്ന് ചോദിക്കുമ്പോഴാണ് ഇവൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇവൻ വേറൊരു പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് ആ പെണ്ണിനെയും കൊണ്ടുപോയി പെണ്ണിൻ്റെ വീട്ടുകാർ കേസ് കൊടുത്തിട്ട് പിന്നെ പോലീസുകാർ ഇവരെ രണ്ടാളെയും കൂടി കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നു. അന്നാണ് പിന്നെ ഞാൻ സന്തോഷിപ്പിച്ച് വിട്ടവനെ പിന്നെ കാണുന്നത്. അപ്പം അതിൻ്റെ ബാക്കി ഞാൻ പിന്നെ പറയാം. മുഴുവൻ പറയാനുള്ള ശേഷി ഒരു എപ്പിസോഡിൽ ഇല്ല. അടുത്ത എപ്പിസോഡിൽ ഞാൻ ബാക്കി പറയാം.